വർഷം 2000. ഇസബൽ കാർലോസിന് അന്ന് 11 വയസ്സ്. അനിയത്തി മായ കാർലോസിന് 9 വയസ്സും. അവരുടെ പപ്പ മാർക്കസ് കാർലോസും അയാളുടെ അച്ഛൻ വ്ളാഡിമാർ കാർലോസും പ്രശസ്തരായ സയന്റിസ്റ്റുകളായിരുന്നു. FODN അവരുടെ ശക്തി സദേൺ ഏഷ്യയിലേക്ക് വ്യാപിപ്പിക്കുന്ന സമയം. വ്ളാഡിമാർ കാർലോസ് താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളിൽ പശ്ചാത്തപിച്ചെങ്കിലും മാർക്കസ് മരണം വരെ ഒരു തെറ്റായിരുന്നു. FODNന്റെ തന്നെ ബ്രദർഹുഡ് ഫോർ ടുമോറോയ്ക്ക് വേണ്ടി മാർക്കസ് ജോലി ചെയ്തിരുന്നു. ഭാവിയിൽ വരാൻ പോകുന്ന ഒബ്സ്ക്യൂർ കാലഘട്ടത്തിൽ നിന്നും മക്കളെ രക്ഷിക്കാൻ അയാൾ അവരിൽ പരീക്ഷണം നടത്തിയിരുന്നു. മാർക്കസിന്റെ ഭാര്യ വിവാന ബന്ധം വേർപെടുത്തിപ്പോയി മക്കളെ തിരിച്ചു കിട്ടാനായി ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. മായയുടെ ശരീരത്തിൽ പരീക്ഷണങ്ങളുടെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇസബെല്ലയിൽ അന്ന് മാറ്റങ്ങൾ കാണിക്കാത്തതുകൊണ്ട് മാർക്കസ് കൂടുതൽ സ്നേഹം മായയിൽ കാണിച്ചു തുടങ്ങി. പക്ഷേ അധിക നാൾ അത് നിന്നില്ല. ഒരു വൈകുന്നേരം ഹിൽ റേഞ്ചിലെ വീടിന്റെ അടുത്ത് അനിയത്തിയെ നോക്കിയ ഇസബൽ അവളെ കണ്ടില്ല. മായയുടെ ശരീരത്തിൽ വളരെ അവശത പിടിപെട്ടിരിക്കുന്നു. അടുത്തുള്ള കൊടുങ്കാടുകളിൽ അവളെ തപ്പിയ ഇസബൽ കുഞ്ഞു മായയെ കണ്ടു. തന്നെ രക്ഷിക്കാൻ ഇസബലിനോട് അവൾ പറഞ്ഞു. അന്ന് വൈകുന്നേരം മായ മരിച്ചു. ഇത് കാരണമാക്കി ഇസബലിനെ കേസിലൂടെ കോടതി വിവാനയുടെ കൂടെ വിട്ടു. പിന്നീട് മാർക്കസിനെ ആരും കണ്ടില്ല. ഒടുവിൽ മരിച്ചുവെന്ന് വാർത്ത വന്നു. അമ്മയുമായി പിന്നീട് ഇസബൽ അമേരിക്കയിലേക്ക് മാറി. അലാസ്കയിലെ കെച്ചിക്കാനിൽ ഒരു സയന്റിസ്റ്റ് എന്ന നിലയിൽ ഇസബലിന്റെ പോപ്പുലാരിറ്റി എല്ലാവരിലും എത്തി. എൻമോഡ് അഥവാ എൻവയോൺമെന്റ് മോഡിഫിക്കേഷൻ കൺവെൻഷൻ വഴി ഇസബലിന് യൂണിവേഴ്സിറ്റി ഓഫ് അലാസ്കയുടെ HAARP അഥവാ ഹൈ ഫ്രീക്വൻസി ആക്റ്റീവ് ഒറോറൽ റിസർച്ച് പ്രോഗ്രാമിലേക്ക് ജോലി കിട്ടി. ആർട്ടിഫിഷ്യൽ വെതറുണ്ടാക്കി ഒരു ഏരിയ നശിപ്പിക്കാനുള്ള വെപ്പൺ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു അവരുടെ പദ്ധതി. ഇസബെല്ല അവിടെ വെച്ചാണ് അഹ്സാൻ അക്യുവിനെ പരിചയപ്പെട്ടത്. അവർ തമ്മിൽ പിന്നീട് സ്നേഹത്തിലായി. ഇരുവരും ചേർന്നാണ് സൊളോണിയം എന്ന എലമെന്റിന് തുടക്കമിട്ടത്. ഹാർപ്പിന്റെ പുതിയ റിസർച്ചിൽ ഇസബെല്ലും അഹ്സനും എതിർപ്പായിരുന്നു. അവരുടെ നിരന്തരമായ പ്രയത്നം ഗവൺമെന്റിലേക്ക് പ്രൊജക്ടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. ഒടുവിൽ ഗവൺമെന്റ് പ്രൊജക്ട് നിർത്തലാക്കി. എന്നാൽ അത് പിന്നീട് ഏറ്റവും അപകടകാരികളായ FODNന് കൈമാറിയത് അവർ അറിഞ്ഞില്ല. പ്രോജക്ട് രഹസ്യമായി വീണ്ടും നടക്കുന്നത് അഹ്സൻ കണ്ടുപിടിച്ചു. ഇസബെല്ലയെ അറിയിക്കാതെ ഒരു രാത്രി അഹ്സൻ അവരുടെ വീഡിയോകൾ പകർത്തി. വഴിയെ ഇസബെല്ലയും ഇതറിഞ്ഞു. സൊളോണിയം കൊണ്ടുള്ള ആദ്യ സ്യൂട്ട് അവർ തയ്യാറാക്കിയ സമയം. ഒരു കപ്പിൾ ഹലോവിൻ തമാശ എന്നോണം 2 എണ്ണം. 2016 ഒക്ടോബർ 3 അഹ്സൻ വീണ്ടും ഹാർപ്പിൽ കയറി ഡോക്യുമെന്റ്സ് പകർത്തുന്നതിനിടയിൽ പിടിക്കപ്പെട്ടു. അയാൾ രക്ഷപ്പെട്ടു. എങ്കിലും FODNന്റെ ആൾക്കാർ അയാളെ ശ്രദ്ധിച്ചിരുന്നു. പിറ്റേന്ന് ഹാലോവിൻ ദിവസം 2 കാര്യങ്ങൾ സംഭവിച്ചു. ഇസബെല്ലും അഹ്സാനും അന്നേ ദിവസം അവരുടെ ഡേറ്റ് നൈറ്റിന് പോയപ്പോൾ എലമെന്റൽ കഫേയുടെ മുന്നിൽ വെച്ച് ഹലോവിൻ കോസ്റ്റ്യൂമിൽ 2 പേർ അഹ്സന് നേരെ വെടിവെച്ചു. മരിച്ചു കിടക്കുന്ന അഹ്സനെ മടിയിൽ വെച്ച് കരഞ്ഞ ഇസബൽ അടുത്തുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ പൊട്ടുന്നതും അത് ബെൻഡാകുന്നതും കാറുകളിലെ സൈറനും ഒന്നും ശ്രദ്ധിച്ചില്ല. ചുറ്റും നിന്ന ആളുകൾ പരിഭ്രാന്തരായി. എലമെന്റൽ കഫേ എന്ന ഭാഗം 2ആയി പൊട്ടി. എലമെന്റ് എന്ന ഭാഗം മൊത്തം അഹ്സന്റെ ദേഹത്ത് വീണതും മാത്രം അവൾ ശ്രദ്ധിച്ചു. പോലീസ് എത്തി. ദിവസങ്ങൾ കടന്നുപോയി. പതിയെ അവൾക്ക് മനസ്സിലായി അച്ഛൻ മാർക്കസ് കാർലസിന്റെ ഏറ്റവും വലിയ ക്രിയേഷൻ ഇസബെല്ലായിരുന്നു എന്ന്. അവളുടെ ടെലിപ്പതി ആൻഡ് ടെലികൈനസിസ് പവറിനെ കുറിച്ച് അവൾ മനസ്സിലാക്കി വന്നു. ഉള്ളിലൊരു ശക്തി തോന്നിത്തുടങ്ങി. ഒരു വിശ്വാസം തോന്നിത്തുടങ്ങി. ഒരു ദിവസം രാത്രി ഡിസംബർ 11 തന്റെ സൊളോണിയം സ്യൂട്ടിൽ മുഖംമൂടിയാലെ അവൾ FODNന്റെ HAARP ബേസ് തകർത്ത് തീവച്ചു. പിന്നീട് FODNന് അവൾ ഇടയ്ക്കിടയ്ക്ക് തലവേദനയായി. അങ്ങനെ അവൾ എലമെന്റ് എന്ന നാമം സ്വീകരിച്ചു. പിന്നീട് ഇസബെല്ലായി തന്നെ ജനസിസ് ബയോടെക്സിലേക്ക് ഇൻഫെക്റ്റഡ്സിന്റെ വൈറസിനെ ഉണ്ടാക്കിയ ഡോക്ടർ വിനോദിനെ പരിചയപ്പെട്ടു. അയാളുടെ റിസർച്ചിന്റെയും ഭാഗമായി FODNന് അറിയാവുന്ന ഇസബെല്ലായും അവരുടെ ശത്രുക്കളായ ദ റെസിസ്റ്റൻസ് ഫോഴ്സിന്റെ സ്ഥാപകയായ എലമെന്റായും.